ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമേറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 6ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ 7 അപ്പവും കുറെ ചെറുമീനുകളും വാഴ്ത്തി നുറുക്കി വർദ്ധിപ്പിച്ച് തന്റെ അടുക്കൽ കൂടി വന്നിരുന്ന 4000 പുരുഷാരമടങ്ങുന്നതായ ജനസമൂഹത്തെ പുഷ്ടിപ്പെടുത്തുന്നതാണ്. നമ്മുടെ കർത്താവിന്റെ അടുക്കൽ കർത്താവിന്റെ വചനം ശ്രവിക്കുവാനും കർത്താവിനെ പിൻപറ്റുവാനുമായി ചേർന്നിരുന്നവരെ കുറിച്ചുള്ളതായ കർത്താവിന്റെ കരുതലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ മക്കളെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് അവരെ കുറിച്ച് മനസ്സലിവ് തോന്നുന്നു, അവരെ പട്ടിണിയായി പറഞ്ഞയക്കുവാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. ഈ കൂടി വന്നിരുന്ന മക്കൾ അവരുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അറിയിക്കുന്നതിന് മുമ്പായി തന്നെ കർത്താവ് അവരെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ? വിശുദ്ധ മത്തായി 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളവ ഇന്നതെന്ന് യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അത് അറിയുന്നു. പ്രിയമുള്ളവരെ, മറ്റേതൊരു കലവറയെക്കാളും ഭണ്ഡാരത്തെക്കാളും സമ്പന്നമാണ് നമ്മുടെ കർത്താവിന്റെ സന്നിധി എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ച് അതിനെ ക്രമീകരിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്: കർത്താവിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക, കർത്താവിന്റെ വചനങ്ങൾ ശ്രവിക്കുക, കർത്താവിനെ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക, കർത്താവിനോടൊപ്പം വസിക്കുക. പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേർന്ന് വസിക്കുന്നവന് യാതൊരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. നീ ഒന്നും എനിക്ക് അത് വേണം ഇത് വേണം എന്ന് യാചിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. നീ കർത്താവിനോട് ചേർന്നിരുന്നാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ളവ ഇന്നതെന്നറിയുന്ന തമ്പുരാൻ അത് നിവർത്തിച്ചു തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിനോട് ചേർന്ന് വസിക്കുവാനുള്ളതായ ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.